ഞാൻ എൻ്റെ ഒരു സുഹൃത്തും കൊണ്ട് ആശുപത്രി പോയിട്ട് വരുന്ന വഴിയാണ് വന്ന് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് ഇവിടെ സൗണ്ട് കേൾക്കുന്നത്. ഞങ്ങൾ തിരിച്ച് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ വരപ്പോൾ ഈ വണ്ടി റിവേഴ്സ് എടുക്കുന്നതാണ് കാണുന്നത്. റിവേഴ്സ് എടുത്താണ് ആ സ്ത്രീയുടെ പുറത്ത് കയറുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് തന്നെ ആ ബൈക്കും കൊണ്ട് ഏകദേശം 500 മീറ്ററോളം ഇഴച്ചാണ് കൊണ്ടുപോയി. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഇവിടെ പെട്ടെന്ന് ആൾ കൂടി ഞങ്ങൾ ഇതിന് പിടിക്കാനായിട്ട് പിറക്കേന്ന് പോയാണ് അവിടെ ഇട്ട് വണ്ടിയെ പിടിക്കുന്നത്. റിവേഴ്സ് എടുത്തപ്പോഴാണ് ദേഹത്തൂടെ കയറിയത്. വേണ്ടോ? കണ്ടു. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേ റിവേഴ്സ് എടുക്കുന്നുണ്ട്. ഞങ്ങൾ ഓടുന്ന ആൾക്കാർ ഓടി വരുന്ന കണ്ടുകൊണ്ടാണ് ഈ ബൈക്ക് വീഴാൻ വേണ്ടിയാണ് റിവേഴ്സ് എടുത്തത്. അപ്പോൾ ബൈക്ക് വീണില്ല. അപ്പം ഞങ്ങൾ അടുത്തെത്തിയപ്പോൾ പിന്നെ മുന്നോട്ട് എടുക്കുകയാണ് ചെയ്തത്. ഭയങ്കര സ്പീഡായിരുന്നു, നല്ല ഓവർ സ്പീഡായിരുന്നു. എത്ര പേര് വാഹനത്തിലുണ്ടായിരുന്നു? വാഹനത്തിൽ 3 പേരുണ്ടായിരുന്നു. വാഹനം ഓടിച്ചത് ആളെ ഏകദേശം ആളിന് ഈ ഗ്ലാസ് ആയതുകൊണ്ട് കറക്റ്റ് പക്ഷേ അറിയാൻ വയ്യ. പക്ഷേ 3 ആളുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. കറക്റ്റ് ഞാൻ കണ്ടതാണ്, 3 ആളും ഉണ്ടായിരുന്നു. വാഹനം ഓടിച്ചാളുടെ ഫോട്ടോ കണ്ടായിട്ട് മനസ്സിലാവും. ഫോട്ടോ കണ്ടാലും സ്പീഡിന് വരുന്നുണ്ട്. ഇവിടുന്ന് നല്ല ഇരച്ച പുകയോടുകൂടിയാണ് വണ്ടി വരുന്നത് എന്ന്. ആ സമയത്താണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയാണ്. എനിക്ക് കാലിന് സുഖമില്ലാത്തൊരു വ്യക്തിയാണ്. ഈ വാഹനത്തിൻ്റെ ഓടിച്ചതിൻ്റെ ഒരു ഗതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നോർമലായിട്ടുള്ള ആളുകളല്ല. അല്ലല്ല, പിടുത്തമായിരുന്നു, നല്ല പിടുത്തമായിരുന്നു. കാര്യം ഞാൻ പിടിക്കപ്പോഴും അയാൾക്ക് നേരെ സംഭാഷണം പോലും ചെയ്യാൻ വയ്യാത്ത ഒരു കണ്ടീഷനായിരുന്നു. പിടിക്കുമ്പോൾ എത്ര 3 പേരുണ്ട്? ഇല്ല, ഒരാൾ. 2 പേരും ഇറങ്ങി ഓടിക്കളഞ്ഞു. അപ്പോൾ ഈ പിടിച്ചാൾ വാഹനത്തിന് ഉടമയാണെന്ന് തോന്നല്ലേ? ഉടമയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പിടിക്കുന്ന സമയത്തും ഈ കക്ഷി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം പറയുന്നത് എന്നെ ഒരു മാമൻ പിടിച്ചു, നിങ്ങൾ രക്ഷപ്പെട്ടോളേ എന്നാണ് പറഞ്ഞത്. ഫോണിൽ കൂടെ പറഞ്ഞതാണ്. അപ്പോൾ പോലീസ് ചോദിച്ചപ്പോഴും പറഞ്ഞു ഞാനല്ല വണ്ടി ഓടിച്ചത്, വണ്ടി ഓടിച്ച ആൾ ഓടി എന്നാണ് പുള്ളി എൻ്റെ കൂടെ പറഞ്ഞു. പക്ഷേ വണ്ടിയുടെ സീറ്റിൽ നിന്ന് കിട്ടിയത് ഇന്ന കാര്യങ്ങളാണ്, ആ ID കാർഡും ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയത്. കയ്യിലുണ്ടോ? അതിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്ന അവരില്ലായിരുന്നെന്നാണ് പറയുന്നത്. പല ചാനലിലും പല രീതിക്കല്ലേ വരുന്നത്, നമുക്കറിയില്ല. പക്ഷേ ഈ പിടിച്ച ആൾ നല്ല പിടുത്തമായിരുന്നു. ഇവർ ഈ വാഹനം ഇവിടെ നിന്നും അവിടേക്ക് കൊണ്ടുപോയത് എന്തിനാണ്? ഈ ബൈക്ക് വീഴാൻ വേണ്ടി. ബൈക്ക് ഇതിൻ്റെ അടിയിലെ പൊരുത്ത് കുടുങ്ങിക്കിടന്നു. അപ്പോൾ അത് വീഴാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തപ്പോഴാണ്. 200 മീറ്ററോളം ദൂരം ഉണ്ടല്ലോ? അത് 500 മീറ്ററോളം ഉണ്ട്. അത്രയും ദൂരം ആ ബൈക്കും കൊണ്ട് അവർ പോയി. അത് ഇടിച്ച് കളഞ്ഞു അല്ലേ? സെൻറ്റർ കയറ്റി ഇടിച്ചാണ്. എന്നിട്ടും അവിടെ നിന്നും പോയ വണ്ടികൾ മൊത്തം സ്റ്റോപ്പ് ചെയ്തു. കാര്യം വണ്ടി ലക്കില്ലാതെ പൊങ്ങി തെറിച്ചിട്ടാണ്. അത് ഇതിൽ വീഡിയോയിൽ ഉണ്ട്, പല ചാനലിലും ഉണ്ട്. ഞങ്ങൾ ഇത് കാണുന്ന സമയത്ത് എന്നിട്ടാണ് ഞങ്ങൾ പിറക്കുന്ന ഈ വണ്ടി ഫോളോ ചെയ്ത് പോയത്.